തിരുവനന്തപുരത്ത് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കൊണ്ടുപിടിച്ച പ്രചാരണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നാണ് ഇത്തവണത്തെ ജന അഭിപ്രായം പറയുന്നത്. തിരുവനന്തപുരത്ത് BJPക്ക് വലിയ സാധ്യതയുമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് വലിയ പിന്തുണയാണ് അനന്തപുരിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. വരാൻ സാധ്യത രാജീവ് ചന്ദ്രശേഖർ. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതെ, തീർച്ചയായിട്ടും ശശി തരൂർ രണ്ടാം സ്ഥാനത്ത് പോകും. സാധ്യത രണ്ടുപേരും കൽപ്പിക്കുന്നുണ്ട്. ഒന്ന് ശശി തരൂർ, രണ്ട് രാജീവ് ചന്ദ്രശേഖർ. വേറെ ആർക്കുമില്ല. ഒരു 2-3% നമ്മുടെ ചന്ദ്രശേഖരന്, രാജീവ് ചന്ദ്രശേഖരൻ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഇവിടെ വികസനങ്ങൾ കൂടുതൽ കൊണ്ടുവന്നത്. പെൻഷൻ അത് ഇതും എല്ലാം തരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങളൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാൽ അയാൾ നാളത്തേക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിദ്യാഭ്യാസം മുതൽ അയാളുടെ സ്ഥാനമാനങ്ങൾ മുതൽ ഇത്രയും ഞങ്ങൾ അതിനകത്ത് വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തുമ്പോൾ എനിക്കിഷ്ടം രാജീവ് ചന്ദ്രശേഖരനോടാണ്. ആ വ്യക്തിയെപ്പറ്റി മറ്റുള്ളവർക്കറിഞ്ഞോട് എന്ന് വെച്ച് തരൂര് ഒരു ചെറിയ സ്ഥാനാർത്ഥിയല്ല, വലിയ സ്ഥാനാർത്ഥി തന്നെയാണ്. കടുത്ത പോരാട്ടമാണ് ഇവിടെ. തിരുവനന്തപുരത്താണെങ്കിൽ ശശി തരൂർ എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങേര് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന ഒരറിവ് ഉണ്ട് നമുക്ക്. ചന്ദ്രശേഖർ അതൊക്കെ താല്പര്യമൊക്കെ തീർന്നല്ല. ഇനി ഇവരും കൂടെ കയറട്ട് അല്ലേ, മാറി വരട്ടെ. ഒരിക്കലെങ്കിലും ഇവർ കേരളത്തിൽ ഭരിക്കട്ട്.